ഗൈസ്, ഇൻഫിനിറ്റി ബോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് GTA San Andreas നമ്മൊരു പാർട്ട് 1 ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് നമ്മുടെ ഡെസേർട്ട് ഏരിയയിൽ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു വെച്ച് ഒരു എന്താണ് നമ്മുടെ പൈലറ്റ് ആവാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി ഒരു സ്കൂളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ പോകാൻ വേണ്ടി പോണേന്ന്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ പോണേ. അപ്പോൾ നമ്മൾ നമ്മുടെ വൈൻവുഡിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നില്ല. പിന്നെ മാക് ഡോഗ് വന്നപ്പോൾ ഹെലികോപ്റ്ററും കിട്ടി. അപ്പോൾ നമ്മൾ ഹെലികോപ്റ്ററിൽ പോകാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് ഡെസേർട്ടിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഹെലികോപ്റ്റർ എടുത്തിട്ടുണ്ടേ. സൗണ്ട് കൊടുത്തത് ഭയങ്കര സൗണ്ടാണ്. ഹെലികോപ്റ്ററിലോട്ട് പോവാം. ഓക്കെ, ഈ വണ്ടി ഭയങ്കര അൺകൺട്രോളബിൾ ആണ്. ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നത് വണ്ടി. കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ട് കുറച്ച് നല്ല ദൂരം ഉണ്ട്. ഡെസേർട്ട് ഏരിയ നല്ലുണ്ട് ഗൈസ്. ഇപ്പം ഇതൊക്കെ ഇതാണ് വൈൻവുഡ്. ഇതൊക്കെ ഇത് ഫുൾ വൈൻവുഡാണ്. വൈൻവുഡൊക്കെ കണ്ട ഗൈസ്. കുറേ വൈൻവുഡൊക്കെ ഉണ്ട്. കുറച്ച് ഹൈറ്റ് വേണം നമ്മൾ പറക്കാൻ. വൈൻവുഡിൽ പോയിട്ട് മടി കിടക്കും. ഇതാണ് വൈൻവുഡിൻ്റെ ഒരു സ്ഥലം. ചെറിയൊരു നഗരം, ഇതാണ് ഗ്രാമം പോലത്തെ സ്ഥലമാണ്. നമുക്ക് നേരെ ആ സ്കൂളിലോട്ട് പോകണം. സ്ഥലം തെറ്റിപ്പോവും. കുറച്ച് നല്ല ദൂരമുണ്ട്. ഇവിടം വരെ നമുക്ക് പോകേണ്ടി വരും. അവിടം വരെ പോകണം. ഒരു അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അങ്ങനെ പോവാം. നമ്മുടെ മിഷൻസൊക്കെ നമ്മൾ ഫുള്ളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 103 മിഷൻസ് ഉണ്ട്. അത് ഫുള്ളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ പൈസയ്ക്ക് ഇത്രയും കണ്ട് ഗൈസ്. ഇത്രയും പൈസയ്ക്ക് നമ്മൾ മിഷൻസ് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. അതുകൊണ്ടാണ് നമ്മുടെ ഡെസേർട്ട് ഏരിയയൊക്കെ അൺലോക്ക് ആയത്. അല്ലെങ്കിൽ അൺലോക്ക് ആവില്ല. നമ്മൾ ഒരു ചീറ്റ് കോഡും ഈ GTA അടിച്ചിട്ടില്ല. ഒരു ചീറ്റ് കോഡ് അടിച്ചിട്ടില്ല. അതാണ് നമ്മുടെ പവർ ഗൈസ്. ഒരു ചീറ്റ് കോഡ് പോലെ അടിക്കാതെ GTA San Andreasന്റെ മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു മിനിമം ആൾക്കാരും മാക്സിമം ആൾക്കാർ GTA San Andreas കളിക്കുന്ന മിക്ക ആൾക്കാരും ചീറ്റ് കോഡ് അടിച്ചിട്ടായിരിക്കും എല്ലാ മിഷനും കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ ഒരു ചീറ്റ് കോഡ് പോലെ അടിക്കാതെയാണ് ഗൈസ് ഫുൾ മിഷനും കംപ്ലീറ്റ് ചെയ്തേക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തെത്താറായി. ഹെലികോപ്റ്റർ ആയതുകൊണ്ട് ബ്ലോക്കൊന്നുമില്ലല്ലോ. അങ്ങോട്ട് പോവാം. ഏത് വഴിക്കും പോവാതെ. ഓക്കെ, എത്താറെത്തി. ഇതാണ് സ്ഥലം. എനിക്ക് നേരെ വന്നിട്ടുണ്ടല്ലോ. ഇതാ സ്ഥലം. ലാൻഡ് ചെയ്യണത് അവിടെ ഹെലിപ്പാഡുണ്ടോ? അവിടെ യുദ്ധ ഹെലികോപ്റ്റർ കിടക്കണേന് കുഴപ്പമില്ല. ബാക്കിൽ നമുക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഒരു വീടുണ്ട് ഗൈസ്. ഇവിടെ ഒരു ഷെഡ്, അവിടെ വീടുണ്ട്. ഒരു ഇഞ്ച് ഗൈസ്. ഇവിടെ എന്തോ കണ്ടല്ലോ. ഒന്നുമില്ല. ഇവിടെ ഒരു ഷെഡ്, നമ്മുടെ ഒരു വീട് പോലെ ഉണ്ട്. ഇവിടെ നിന്ന് പൈസ എടുക്കുക. ഇതാണ് ജെറ്റ് പാഡ് ഗൈസ്. ജെറ്റ് പാഡ് അത് വീട്ടിൽ കയറിയിട്ട് തരാം. എന്നിട്ട് നമുക്ക് വീട്ടിൽ കയറേണ്ട ഗൈസ് ആവശ്യമില്ല. വീട്ടിൽ കയറേണ്ട ആവശ്യം നമുക്കില്ല. വീട്ടിൽ കയറേണ്ട നമുക്ക് ഇന്നത്തെ തരാം. ഇവിടെയാണ് സ്ഥലം. ഭയങ്കര പുക മൂടിയ അവസ്ഥയാണുള്ളത്. ഇതാണ് സ്ഥലം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ പഠിക്കണ്ടേ. ഞാൻ ഇതേപോലെ ചെയ്യണം. ഇത് കാണിക്കണ പോലെ ചെയ്യണം ഗൈസ്. സ്റ്റാർട്ട് കൊടുക്കുക.
Yes, hello, hi, Yuti. Hey, 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 hey. Hey, hey, hey. Hey, hey. Take it, got 360. Left. Hello, guys. അങ്ങോട്ടൊക്കെ പോകണം. മനസ്സിലായി കുറച്ച് ടാസ്ക്കാണ്, കുഴപ്പമില്ല. നമ്മൾ ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യാറില്ല. തടിയോട്ട് പോവും. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരെണ്ണം അങ്ങനെ. യെസ് ഗൈസ്, അങ്ങനെ ഡാമേജ് ഒട്ടുമില്ലാതെ നമ്മൾ ജയിച്ചിട്ടുണ്ട്. അടുത്തത് നോക്കാം. അടുത്തെന്താ സംഭവം? ഇതത് തന്നെയാണ് ഗൈസ്. അടുത്ത് നോക്കാം. ഇതെന്താ? ഇതുണ്ട്, ഇതുണ്ട്. ഓ ഗൈസ്, ഇത് കളിക്കുക. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് വന്നില്ല. എനിക്ക് പ്ലെയിൻ ഓടിക്കാൻ മര്യാദക്ക് അറിയാൻ പാടില്ല. അതാണ് ഏറ്റവും പ്രശ്നം. പ്ലെയിൻ ഓടിക്കാൻ അറിയാമോ എന്ന് വെച്ചാൽ അറിയാൻ പാടില്ല. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ഓടിക്കും ഗൈസ്. പ്ലെയിൻ പൊങ്ങണില്ല. പൊങ്ങാനുണ്ട് തിരിക്കട്ടെ. ഓ ഗൈസ്, കുറച്ച് പണിയാണ് ഗൈസ് എനിക്ക് ഓടിക്കാൻ. ശരിക്കും അറിയാൻ പാടില്ല. എനിക്ക് ഓടിക്കണമെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ അറിയുന്നത് ഹെലികോപ്റ്ററാണ് കൂടുതൽ അറിയുന്നത്. ഇത് കുറച്ച് ടാസ്ക്കാണ്. പോയി പുറത്തോട്ട്. മറിഞ്ഞു ചത്തു. ഞാൻ പറഞ്ഞ ഇവിടെ മേടിക്കാൻ പണിയാണ്. എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾക്ക് ഇനി പോകുന്നത് നേരെ ഇപ്പം ഇവിടെ നിന്ന് കിട്ടിയില്ല. നമ്മൾ ജെറ്റ് പാക്ക് എടുക്കണില്ല. നമ്മൾ ഈ ഹെലികോപ്റ്ററിൽ കൂടി തന്നെ നേരെ നമ്മുടെ ഇങ്ങോട്ട് പോകണതാണ്. എൻ്റെ തിരിച്ച് വീട്ടിലോട്ട് പോകണതാണ് ഗൈസ്. പക്ഷെ ലാൻഡ് ചെയ്യാൻ സ്ഥലമില്ല, അതാണ് പ്രശ്നം. ലാൻഡ് ചെയ്യണമെങ്കിൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യണം. പക്ഷേ എയർപോർട്ടിൽ തന്നെ ലാൻഡ് ചെയ്യാൻ നോക്കാം ഗൈസ്. എയർപോർട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോയാൽ പോരെ ഗൈസ്. ഇങ്ങോട്ട് തന്നെ പോവാം. ഇതാണ് ലാൻഡ് ചെയ്യുന്ന സ്ഥലമൊക്കെ. ഇങ്ങനെയല്ല പോകുന്നത്. ഇത് പുറത്തെടുക്കാൻ പണിയാണല്ലോ. ഓടിക്കാൻ പിന്നെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കുഴപ്പമൊക്കെ ഗൈസ് വണ്ടി പൊങ്ങി ഇവിടെ മോണ വണ്ടി പൊങ്ങ്. പിന്നെ നമ്മൾ കംപ്ലൈൻ്റ് ആയി. വിൻസ് ഒടിഞ്ഞു പോയി. കാറ്റ് നമുക്ക് തടയാൻ പറ്റില്ല. തിരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. വണ്ടി പോയിക്കോളും, പക്ഷേ തിരിക്കാനും കൺട്രോളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കുറച്ചല്ല, വളരെയധികം ബുദ്ധിമുട്ടാണ്. ചത്തുപോയി.
ഇപ്പം ആശുപത്രിയിലാണോ? നമ്മൾ ആശുപത്രിയാണ് ഇപ്പം വിങ്സ് ഒടിഞ്ഞതാണ്. അല്ലെങ്കിൽ സീനില്ലായിരുന്നു. ചത്ര ചെയ്യാന്. നമ്മളിപ്പോൾ ആശുപത്രിയാണ് നിൽക്കണേ. ഇനി നമ്മൾ തിരിച്ചങ്ങോട്ട് പോകണം. ഇപ്പം നമുക്ക് തിരിച്ചു പോകണമെന്ന് വെച്ചാൽ പോകണം. നമുക്ക് ബൈക്ക് എടുത്തുകൊണ്ട് പോയപ്പോൾ ബൈക്ക് എടുത്തുകൊണ്ട് പോവാം. അതാണ് നല്ലത്. ഇടിച്ചിടിച്ച് ചത്തു. എനിക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട്. എൻ്റെ അമ്മക്ക് ബർഗർ കഴിക്കാൻ പോവുക. അതാണ് നല്ലത്. നല്ല വിശപ്പുണ്ട് ഗൈസ്. ബർഗർ കഴിക്കാൻ പോവാം ഗൈസ്. അങ്ങനെ ബർഗർ കിങ്ങിൽ വന്നിട്ടുണ്ട് ഗൈസ്. ഇത് ബർഗർ കിങ് അല്ല, വേറെന്തോ കിങ്ങാണ്. ഇത് ബർഗർ കിങ് അല്ല. ബർഗർ കിങ് അല്ല ഗൈസ്, ബർഗർ ഷൂട്ടാ. എന്തൊക്കെ പേരാണ് ഗൈസ്, ബർഗർ ഷൂട്ട് എന്നൊക്കെ. ബർഗർ ഷൂട്ടിൻ്റെ കുറേ മെനു ഒക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ പാർക്കിംഗ് ഏരിയ അയ്യോ, നമ്മൾ പാർക്ക് ചെയ്ത് അപ്പുറത്താണല്ലോ. ഉള്ളോട്ട് തന്നെ ഇടട്ടെ, ഇല്ലെങ്കിൽ ആൾക്കാരൊക്കെ എല്ലാം പറയും ഗൈസ്. ശരിയാണ്, നമ്മുടെ നാട്ടുകാരങ്ങനെയാണ് പറയും. അങ്ങനെ നമ്മൾ ഗൈസ്, ഒരു കാര്യമുണ്ട് ഗൈസ്, ബർഗർ കിങ് അടച്ചുപോയി. നമുക്കിന്ന് ഫുൾ ലക്കാണ് ഗൈസ്. വളരെ നല്ല ലക്കാണ് നമുക്കിന്ന്. അപ്പോൾ ഗൈസ്, ശരിക്കും പറഞ്ഞാൽ എപ്പോഴും വരുമ്പോൾ ലക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ലക്കായിരുന്നു. ഇന്ന് പക്ഷെ അൺലക്കായിപ്പോയി. ഭയങ്കര നല്ല ലക്കായിപ്പോയി ഗൈസ്. അയ്യോ, ഹാരിക്ക് ഇങ്ങനത്തെ ലക്കൊന്നും കിട്ടല്ലേ ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും 7C കയറി പോവാട്ടെ. 7C കയറിയിട്ട് പോവാം, നല്ലത്. കുറച്ച് ഫുഡൊക്കെ വാങ്ങിക്കാനുണ്ട്, പട്ടിക്ക് കൊടുക്കാനും പിന്നെ എനിക്ക് വീട്ടിൽ നിന്ന് വരാൻ വിശക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി ഗൈസ്. ഇവിടെ പൂച്ചക്കല്ല് കൊടുത്തോണ് ഗൈസ്, പൂച്ചക്കല്ല് കൊടുത്തോണ്. നമുക്ക് ഫിഷ് മേടിക്കണം. നമുക്ക് ചാള മേടിക്കും. ചാള മേടിച്ച് പിന്നെ പയ്യന്നതെല്ലാം പിസ്സ വേണം. വേണ്ട, പിസ്സ വേണ്ട. കുറച്ച് ഇവിടുന്ന് വൈനും പെപ്പറും മുളക് പൊടിയും സോസൊക്കെ എടുത്തേക്കാം. ഒരു പാലിൻ്റെ കുപ്പി എടുത്തേക്കാം. പിന്നെ പട്ടി കൊടുക്കാൻ ഫുഡ്, പിന്നെ പെപ്സി, ഒരു സ്പ്രൈറ്റ് എടുത്തേക്കാം. സ്പ്രൈറ്റും കൊടുത്തേക്കാം. ഗെയിമൊന്നും കളിക്കണ്ട, പോലെ എന്തെങ്കിലും ഒരു ഗെയിം കളിച്ചിട്ട് പോവാ. കുറച്ച് പൈസ കിട്ടിയാലോ. ഇങ്ങനെയാണ്. ഓ, ഇങ്ങനെ സ്കോർ ഉണ്ടാക്കി കൊടുക്കണം. മനസ്സിലായി. പൊട്ടറ. ഓ, കൊണ്ടില്ല. ഓ, മോളോട്ടോ. സൈഡിലോട്ടാണ് പോകുന്നത്. കൊണ്ടേ ഇത് ഭയങ്കര പണിയാണ്. വേണ്ട ഗൈസ്, വേണ്ട. ബാക്ക് അടിച്ചിട്ടുണ്ട്. ഇനി ഷോപ്പിൽ നിന്ന് പൈസ കൊടുക്കുക. എത്ര രൂപയുടെ മച്ചു എത്ര രൂപ മച്ചു? കേൾക്കണില്ലേ നീ? എന്താ ചെവിക്ക് പതുണ്ട്? എനിക്ക് കണ്ണിനല്ല പതുണ്ടടാ. പിന്നെ എല്ലാത്തിനും പേരിപ്പി കേസ് വിടുന്നു. അവനെ കൊണ്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് പോവാ ഗൈസ്. വേണ്ട, നമുക്കൊന്നും വേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ഇനി ഇതിൻ്റെ പാർട്ട് വേണോ വേണ്ടേ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇനി അടുത്ത പാർട്ട് വേണോ വേണ്ടേ എന്ന് കമൻറ്റ് ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.